അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നല്ലോ. ക്യാപ്റ്റൻ ആയതാണ്. ക്യാപ്റ്റൻസിയിലും അധികം പെർഫോമൻസ് ചെയ്യാനുള്ളൊരു ടൈം പീരീഡ് പുള്ളിക്ക് കിട്ടിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എലക്ഷൻ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതല്ല, അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷെ എന്നാലും സന്തോഷമുണ്ട്. ഇന്ന് അത്രയും ദിവസം പലരും ഇപ്പം മറ്റു പലരും ആയിരുന്നു പുറത്താവേണ്ടിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, അങ്ങനെ തോന്നിയിരുന്നു. ആണല്ലോ ആണല്ലോ അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. നിങ്ങൾ എന്താ പറയുന്നത്? സാബുമോൻ ഇതൊരു ഫെയർ ആയിട്ടുള്ള എവിക്ഷൻ ആയിരുന്നോ? അല്ല, തീർച്ചയായിട്ടും അല്ല. കാരണം ഇപ്പോൾ സാബുമോനൊക്കെ ഇപ്പോൾ 2-3 ഫസ്റ്റ് വീക്ക് തന്നെ പുറത്താവുന്ന പ്രതീക്ഷിച്ചിട്ട് ഇപ്പോഴും തുടരുവാണ്. അപ്പോൾ അതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതിനോടുള്ള പ്രതികരണം പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് പറയാനുണ്ട്, ഇതിനുള്ള പിന്നിലുള്ള കാര്യങ്ങൾ. അത് നമ്മൾ എക്സ്ക്ലൂസീവിലായിരിക്കും പറയാം. ഈ സാബുമോൻ്റെ ഒരു PR പരിപാടിയായിരിക്കും, അല്ലെങ്കിൽ ഇത് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? PR പരിപാടിയാണ്, എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ ജിഷേട്ടൻ ഈ പറയുന്ന പോലെ നല്ല ആക്റ്റീവായിരുന്നു. നമുക്കാണേലും കാണാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പെർഫോമൻസ് പുള്ളി ചെയ്യുന്നുണ്ടായിരുന്നു. അതേസമയം സ്ക്രീൻ സ്പേസ് പോലും ഇല്ലാതെ പലരും അതിനകത്ത് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതിനോടൊക്കെ അതാ ഞാൻ പറഞ്ഞത്, ഒരുപാട് ഇതിൻ്റെ പിന്നിൽ കാര്യങ്ങൾ പറയാനുണ്ട്. അതിപ്പോൾ ഇവിടെ പറയാനുള്ള കാര്യമല്ല. ജിഷേട്ടൻ ഇപ്പോൾ പോകുമ്പോൾ ഈ പറയുന്ന പോലെ 100 ദിവസം നിൽക്കും എന്നുള്ളൊരു ഇതിലായിരുന്നു. അങ്ങനെ 100 ദിവസം നിൽക്കും എന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം ഇറങ്ങേണ്ട ആളല്ലായിരുന്നു, ഡെഫിനറ്റ്ലി ഇപ്പം ഇറങ്ങേണ്ട ആളല്ലായിരുന്നു. ഇനിയും ഒരു 2 ആഴ്ച കൂടി മിനിമം നിൽക്കേണ്ട ഒരാളായിരുന്നു. ഷോക്കല്ല, കാരണം വോട്ടിങ്ങിൽ താഴേക്ക് വരുമ്പോൾ നമ്മൾ കഥ അറിയുന്നുണ്ടല്ലോ. അപ്പോൾ എക്സ്പെക്റ്റഡ് ആയിരുന്നു ഇറങ്ങുന്നുള്ളത്. എനിക്ക് സന്തോഷമേ ഉള്ളൂ, എല്ലാം നല്ലതിന്. അതൊന്നും ഇപ്പം പറയുന്നില്ല. അതൊക്കെ എല്ലാം ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കാനുള്ളതാ. വിളിച്ചിരുന്നു. ഞാൻ ഹാപ്പിയാണെന്ന് കണ്ടപ്പോൾ ചേട്ടനും ഹാപ്പിയാണ്. ചേട്ടൻ, ഞാൻ ഇന്നത്തെ എപ്പിസോഡ് കണ്ടില്ല. ചേട്ടൻ വിട്ടായ എപ്പിസോഡ് ഞാൻ കണ്ടിട്ടില്ല. ഐ തിങ്ക് ഞാനത് കാണില്ല, എനിക്കത് കാണണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം ചേട്ടൻ പോയി ആദ്യം ആൾക്കാർക്ക് വെറുപ്പുണ്ടായിരുന്നുവെങ്കിലും എനിക്ക് ഇന്ന് വന്ന പേഴ്സണൽ മെസ്സേജസും ഒരുപാട് അങ്ങനെ തന്നെയായിരുന്നു. അതായത് ഒത്തിരി ഇഷ്ടമല്ലായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ, പിന്നീട് ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയപ്പോഴാണ് ആൾ എവിക്റ്റ് ആയത് എന്നുള്ളത്. അത് മതി, നല്ല പേരുണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും അല്ല, ആക്ച്വലി ഇതൊരു റെഡ് റോസസ് ഞാൻ ഫിക്സ് ചെയ്തിരുന്നായിരുന്നു. പക്ഷേ ഡ്രസ്സൊക്കെ എങ്ങനെയോ ആയി പോയതാ. അത് പ്രീ പ്ലാൻഡ് അല്ലായിരുന്നു, അങ്ങനെ വന്നു പോയതാ. കഴിഞ്ഞോ? ഓക്കെ.